ഇപ്പോൾ മുജീബിലേക്ക് പോകുന്നു. മുജീബായിരുന്നു ഇന്നലെ ഈ ദുരന്തം ഉണ്ടായ ശേഷം ആദ്യം വീട്ടിലെത്തിയത്. മുജീബ് ഈ വീട്ടിലെ ഒരു സാഹചര്യം മുജീബ് പറയണം. ഒപ്പം തന്നെ ഈ പ്രതിയുടെ ഈ ക്രൂരകൃത്യത്തിന് ശേഷം ഈ പ്രതിയുടെ ഒരു മാനസികാവസ്ഥ, അയാൾ പറഞ്ഞ വാക്കുകളും കേരളം ശ്രദ്ധിച്ചു. തനിക്ക് ജന്മം നൽകിയതിനുള്ള പ്രതിഫലമാണ് ഈ കൊടുത്തതെന്ന് പറയുന്നു. അപ്പോൾ ഏത് തരത്തിലുള്ള മാനസികാവസ്ഥയിലാണ് പ്രതി? പോലീസ് എന്താണ് പറയുന്നത്? മുജീബിന് പറയാം. സന്ദീപ്, ഞാനിപ്പോൾ നിൽക്കുന്നത് അടിവാരം 30 ഏക്കറിൽ സുബൈദയുടെ വീട്ടിന്റെ തൊട്ട് മുമ്പിലാണ്. എനിക്ക് പിറകിൽ കാണുന്നതാണ് സുബൈദയുടെ വീട്. സുബൈദ കൂലിപ്പണി പോയി ഉണ്ടാക്കിയ പണിത വീടാണ്. ഈ വീട്ടിലായിരുന്നു അല്പകാലം മുമ്പ് വരെ സുബൈദയും മകനും ആഷിക്കും താമസിച്ചിരുന്നത്. പിന്നീട് സുബൈദയുടെ ചികിത്സാർത്ഥമാണ് സഹോദരിയുടെ വീട്ടിലേക്ക് പോകുന്നത്. ഇവിടെ തൊട്ടടുത്ത് അയൽവാസികളും ഒക്കെ ഉണ്ട്. സുബൈദ അധ്വാനിച്ചുണ്ടാക്കിയ വീടാണിത്. ഈ വീട്ടിലായിരുന്നു മകനുമായി ഒരുമിച്ച് താമസിച്ചിരുന്നത്. ആദ്യകാലങ്ങളിൽ വലിയ സ്നേഹത്തോടു കൂടെ വളർത്തിയ മകനാണ്. പ്രത്യേകിച്ച് ഒരു +2 പഠനം പൂർത്തിയാകുന്നത് വരെ വളരെ സ്നേഹത്തോടു കൂടെ വളർത്തിയതായിരുന്നു. പിന്നീട് തുടർ പഠനത്തിലേക്ക് പോകുന്ന സമയത്താണ് മകൻ ആഷിക്ക് ഈ ലഹരിയുടെ വലയിൽ പോകുന്നത്. പിന്നീടാണ് മകന്റെ സ്വഭാവത്തിൽ മാറ്റം വരുന്നതും ഈ വലിയൊരു പ്രയാസത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടായത്. ഏതായാലും ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായി കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ഇവിടെ അതിന്റെ വിവരങ്ങളെല്ലാം കിട്ടിയിരിക്കുന്നു. നാട്ടുകാരും ബന്ധുക്കളും എല്ലാം സംസ്കാര ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളെല്ലാം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പ്രതിയായിട്ടുള്ള ആഷിക്ക് ഇപ്പോഴും പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. നേരത്തെ പ്രതിയെ വൈദ്യപരിശോധന നടത്തിയിരുന്നു. സാധാരണ ഒരു ആശുപത്രിയിൽ എത്തിച്ച് വൈദ്യപരിശോധന പൂർത്തിയാക്കുക എന്നുള്ളതാണ് പോലീസിന്റെ നടപടി. അത്തരത്തിൽ താമരശ്ശേരി താലൂക്ക് ആശുപത്രിയിൽ എത്തി ആദ്യം വൈദ്യപരിശോധന നടത്തിയെങ്കിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് വിഭാഗത്തിൽ എത്തിച്ച് അവിടെ വീണ്ടും വൈദ്യപരിശോധന നടത്തുകയുണ്ടായി. അവിടെ നിന്നും ശ്രവങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിലുള്ള മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ടുണ്ടോ എന്നതടക്കം, അതിന്റെ അളവ് എത്ര സമയം മുമ്പാണ് ഉപയോഗിച്ചത് എന്നടക്കമുള്ളവ കണ്ടെത്താനാകുമെന്നുള്ളൊരു പ്രതീക്ഷയാണ് പോലീസ് അതിലൂടെ പങ്കുവെക്കുന്നത്. അത്തരത്തിൽ വളരെ ശാസ്ത്രീയമായിട്ടുള്ള ഒരു പരിശോധനയാണ് നടത്തുന്നത്. ഇന്നലെയാണ് നമ്മൾ ഈ അപകടം നടന്ന, ഈ കൊലപാതകം നടന്ന പുതുപ്പാടിയിലെ വീട്ടിലേക്ക് എത്തുന്നത്. അത് സുബൈദയുടെ സഹോദരിയുടെ വീടായിരുന്നു. ആ വീട്ടിലായിരുന്നു സംഭവം നടക്കുന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 2:45 കൂടി. ആ സമയത്ത് മകനും സുബൈദയും മാത്രമാണ് വീട്ടിലുണ്ടാവുന്നത്. ഇതിനിടയിലാണ് ഈ ക്രൂരകൃത്യം നടക്കുന്നത്. തൊട്ടടുത്ത വീട്ടിൽ നിന്നും വാക്കത്തി വാങ്ങിക്കൊണ്ടായിരുന്നു വെട്ടി കൊലപ്പെടുത്തുന്നത്. വളരെ ക്രൂരമായ രീതിയിലാണ് ഈ കൊലപാതകം നടന്നത്. പിന്നീട് മൃതദേഹം നാട്ടുകാരെത്തിയതിനു ശേഷമാണ് അവിടെ നിന്ന് മാറ്റുന്നത്. ഈ പ്രതിയെ പിടികൂടുന്നതും നാട്ടുകാരാണ്. ഈ നമ്മോട് കൂടെ ഇവിടെയുള്ള ഈ പ്രദേശത്തുള്ള കുറെ ആളുകൾ ചേരുന്നുണ്ട്. അയൽവാസികളും ഇവരുടെ ബന്ധുക്കളുമായിട്ടുള്ളവരാണ് ഇവിടെ കൂടുതലായിട്ടും ഉള്ളത്. അവർക്ക് പറയാനുള്ളത് എന്തെന്ന് നമുക്ക് ചോദിക്കാം. നിങ്ങൾ പരിചയം ഉണ്ടാവുമല്ലോ, എന്തായിരുന്നു ഇവരുടെ ഒരു ജീവിതം ഇവിടെ എങ്ങനെയായിരുന്നു? താത്ത കൂലിപ്പണിക്ക് പോയിട്ട് നോക്കുന്ന ഒരു മോനാ. ആകെ ഒരു മോനേ ഉള്ളൂ. അപ്പോൾ ആ കൂലിപ്പണിക്ക് പോയി നോക്കിയിട്ട് കൊണ്ടുനടക്കുന്ന മോനാ. ആ മോനെ നോക്കണ മാതിരി വേറെ ഒരു മക്കൾക്ക് അത്ര സൗകര്യം കിട്ടിയിട്ടുണ്ടാവില്ല. അത്രയൊക്കെ നന്നായി നോക്കുന്ന ഒരു മോനാ. മോനെ ബൈക്ക് വേണമെന്നാ ബൈക്ക്, അതിന്റെ മുന്നേ ആക്റ്റീവ്, അതൊക്കെ പുതിയ എടുത്തു കൊടുത്തതാണ്. അത് കഴിഞ്ഞാൽ ഓന് ഈ മരുന്നാടി തുടങ്ങിയ ശേഷം ഇവിടെ അടിയാണ്. വന്നാൽ കച്ചറ ഉണ്ടാവും. ഇങ്ങനെ ഒരു പ്രാവശ്യം അടിച്ച് ശരിയാക്കി മൊത്തം ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഞാനും ജലീലെന്ന് പറഞ്ഞു ഒന്നൊന്ന് കാണിച്ചാൽ ഫോന്. പിന്നെ അടിവാരത്ത് കുറച്ച് ആളുകളും കൂടി വന്നിട്ടാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത്. ഒരു പ്രാവശ്യമില്ല, 2 പ്രാവശ്യം അങ്ങനെ കൊണ്ടുവരണം. അതിന് ശേഷമാണ് ഇത്താത്തൊക്കെ സുഖമല്ല, അത് ഓപ്പറേഷൻ കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് പോയത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നമ്മൾ ഇതറിഞ്ഞത്. അവിടെ നിന്ന് ഇങ്ങോട്ട് അറിയില്ല. പിന്നെ ഇടക്കിടക്ക് ഇവിടെ വരലുണ്ട്. അതായത് ഒരാഴ്ച മുന്നേ 2 ആഴ്ച മുന്നേറ്റോ വന്നിട്ടുണ്ട് ഇവിടെ. ഇടക്കിടക്ക് വരെ വരുന്നത് ഇന്നെ വിളിച്ച് അറിയിക്കാറുണ്ട്. പക്ഷെ ഞാൻ ഇവിടെ അല്ലായിരുന്നു. ഞാൻ 3 ദിവസമായിട്ട് എത്തിയിട്ട് ഞാൻ പ്രവാസിയാണ്. അവനിവിടെ വരുന്ന ടൈമിനൊക്കെ എന്നെ വിളിച്ച് പറയും എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ, വേറെ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. ഇന്ന പിന്നെ ചെക്കന്മാരെ കൂട്ടിയിട്ടായിരുന്നു അവന് വരാറുള്ളത്. പിന്നെ ഞങ്ങളിവിടെ നാട്ടുകാരൊക്കെ